ഇതിപ്പോൾ 2026 ഓഗസ്റ്റ് ആയി. ബട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ ഉണ്ടാവില്ലേ സെപ്റ്റംബർ 23-ൻ്റെയും സെപ്റ്റംബർ 30-ൻ്റെ ഇടയ്ക്കായിട്ടാണ്. ആൻഡ് ഈ വീഡിയോ ഇത്ര നേരത്തെ എന്തുകൊണ്ട് ചെയ്തു ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അലർട്ട് ചെയ്യണമെന്നുള്ളൂ. കാരണം നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങണേ ഏറ്റവും ബെറ്റർ ഫോൺ എടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലാണ്. ആൻഡ് അത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. ആൻഡ് ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അണ്ടർ 25K വരുന്ന ബഡ്ജറ്റ് ഫോൺസ്, അണ്ടർ 35K വരുന്ന മിഡ് റേഞ്ച് ഫോൺസ്, അണ്ടർ 50K വരുന്ന അപ്പർ മിഡ് റേഞ്ച് ഫോൺസ്, ആൻഡ് 50K പ്ലസ് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺസ്, ഇതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഫോൺസിൻ്റെ ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുള്ള കറണ്ട് പ്രൈസും ആൻഡ് ഈ ഫ്ലിപ്കാർട്ടിൽ വരാൻ പോണ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ എക്സ്പെക്ട് ചെയ്യണ പ്രൈസ് ഏതാണെന്നുള്ളതും പറഞ്ഞുതരാം. ആൻഡ് ഈ ഫോൺസൊക്കെ ഈച്ച് കാറ്റഗറിയിൽ ഏതാണ് ഏറ്റവും ബെറ്റർ, ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി എന്ന് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരണേ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു അണ്ടർ 25K റേഞ്ചിലേക്ക് വരുന്ന ബെസ്റ്റ് വാല്യൂ ഫോർ മണി അതെന്ന് നോക്കാം. ആൻഡ് ഈ ഫ്ലിപ്കാർട്ട് സെയിലിൽ ഞാൻ ഫസ്റ്റ് നോക്കി വെച്ചാൽ നത്തിങ് ഫോൺ 3 ആണ്. നത്തിങ് ഫോൺ 3 എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ 27K സംതിങ് ഉണ്ട്. ബട്ട് ഈ ഫോൺ നമുക്ക് ഈ സെയിൽ ടൈമിൽ ഒരു അണ്ടർ 23K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വെറുത്താണ്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് പേഴ്സണലി നത്തിങ്ങിൻ്റെ ഫോൺസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഈ ഫോൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 5000 mAh ബാറ്ററി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. അതായത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ പ്രോസസ്സറാണ്. പിന്നെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും 50 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസ്. ഈ പ്രൈസ് റേഞ്ചിൽ 50 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസ്, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. ക്യാമറ കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ്. ആ പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. ആൻഡ് വീഡിയോ ക്വാളിറ്റി മാക്സിമം പോകുന്നത് 4K 30 FPS. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറയാൻ വെച്ചാൽ നമുക്കറിയാലോ നത്തിങ് ഈ ഫോണിന് വെച്ചാൽ 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റാണ്. 6 കൊല്ലമൊക്കെ ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ എനിക്കറിയില്ല, അത് ഡൗട്ടാണ്. അത്രക്കൊന്നും ഈ ഫോൺ പോകില്ല. ബട്ട് ഞാൻ പറയുകയാണ് നിങ്ങളിപ്പോൾ ഈ 2026 ഈ ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2030 വരെയൊക്കെ എനിക്ക് ഈ ഫോണിന് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഫോണൊക്കെ Android 15 Android 18 വരെ അത് പോകും. ബട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചാൽ ഒരു 3 to 4 ഇയേഴ്സ് നമുക്കിത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഒരു അണ്ടർ 23K വിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ബെറ്റർ. സത്യം പറഞ്ഞാൽ പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഫോൺസിന് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഒരു ആഡ്സ് ഫ്രീ ആയിട്ടുള്ളൊരു ആ പ്രീമിയം ഫോൺ തരുന്ന ഒരു ഫീൽ നമുക്ക് എന്തായാലും തരും. അതാണ് സത്യം പറഞ്ഞാൽ നത്തിങ്ങിന് എനിക്ക് ഇഷ്ടം. പിന്നെ വെച്ചാൽ നത്തിങ്ങിൻ്റെ ഫോൺസിൻ്റെ ബിൽ ക്വാളിറ്റി, ഡിസൈന്, പിന്നെ ഓലെ കസ്റ്റമൈസേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് ഓലെ ഭയങ്കര ഇഷ്ടമാണ്. ഓലെ ബ്രാൻഡോട് എന്തോ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഓലെ നത്തിങ് OS ഒക്കെ ഭയങ്കര ക്ലീനാണ്, ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്. ഓലെ ഫോൺസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. നത്തിങ്ങിൻ്റെ ഫോൺസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കി വെച്ചാൽ ഓലെ ഫോൺ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്, കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിക്കാരം. ആൻഡ് നെക്സ്റ്റ് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത് വെച്ചാൽ മോട്ടറോള എഡ്ജ് 16 ഫ്യൂഷനാണ്. ആൻഡ് ഈ ഫോണിൻ്റെ അപ്പോൾ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ 28K ഒക്കെയാണ്. 28K ഒന്നും ആ ഫോൺ വെറുത്തല്ല. ബട്ട് സെയിൽ ടൈമിൽ ബിഗ് ബില്യൺ ഡേ സെയിൽ ടൈമിൽ ഇതിന് കുറച്ച് പ്രൈസ് കുറഞ്ഞാണ്ട് ഒരു അണ്ടർ 22K ഈ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ വെറുത്താണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, അതും 120 ഹെർട്സിൻ്റെ POLED ഡിസ്പ്ലേ. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇങ്ങനൊരു സ്പെക്കൊക്കെ തരാൻ റയറാണ്. ആൻഡ് അത് ഇതിലുണ്ട്. കർവ് ഡിസ്പ്ലേ എല്ലാ ഫോണൊക്കെ നോക്കണം, ഡെഫിനറ്റ്ലി ഇതെടുത്തോ. പറയുകയാണെന്നുണ്ടെങ്കിൽ Dimensity 7400 ആണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് വരും. സത്യം പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 കുറച്ചും കൂടെ റോ പെർഫോമൻസ് കൂടുതൽ 7400 ആണ്, Dimensity 7400 ഒക്കെ. ആൻഡ് ക്യാമറ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുള്ളൂ. ആൻഡ് അതൊക്കെ ഡീസൻ്റ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആണ്. ആൻഡ് പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതും ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആൻഡ് Android 18 വരെ കിട്ടും. ഈ ഫോൺ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സ് കംഫർട്ടബിൾ ആയിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് 5500 mAh ബാറ്ററി, 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇതൊക്കെയാണ് എനിക്ക് ഈ ഫോൺസിനോടൊക്കെ കുറച്ച് ഒരു റെസ്പെക്റ്റ് തോന്നുന്നത്. കാരണം ഓതർ ഹാൻഡിൽ അവിടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ലൈക്ക് സാംസങ്ങിൻ്റെ S സീരീസിൻ്റെ ബേസ് വേരിയൻ്റ്, ഐഫോണിൻ്റെ ബേസ് വേരിയൻ്റ് ഒന്നും 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് കൊടുക്കുമ്പോൾ ഇവിടെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ നത്തിങ്ങിലാണെന്നുണ്ടെങ്കിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് തിങ് ഓവറോൾ. ഓക്കെ, ഈ 2 ഫോൺസും ഈ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ 2 ഫോൺസും ഞാൻ പറഞ്ഞ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്, നല്ല ഫോൺസാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാറ്റഗറി വെച്ചാൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റാണ്. അതായത് അണ്ടർ 35K റേഞ്ചിലാണ് ഞാൻ ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റാണ്. ആൻഡ് ഈ സെഗ്മെൻറ്റിൽ 2 നല്ല ഫോൺസ് ഞാൻ കണ്ടുവച്ചത്. ആൻഡ് ഒന്നാമത് വരുന്നത് OnePlus Nord 5. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കിട്ടില്ല ഫോണാണ്. ഞാൻ ഇതിൻ്റെ സ്പെക്കനെ പറഞ്ഞാൽ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസ് പറയാം. ആൻഡ് ഇതിൻ്റെ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ ഇപ്പോൾ 34,999 ആണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ,
ബട്ട് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഇതിന് ഓവർ പ്രൈസിലേക്ക് കിടക്കണം. അത് സ്റ്റോക്ക് ഔട്ട് ആയിക്കാണ്ട് വേറെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ടീംസ് അതിന് പ്രൈസ് കൂട്ടി വെക്കുന്നുണ്ട്. 50K ആക്കി വെക്കുന്നുണ്ട്. ആ പ്രൈസിനൊന്നും ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യരുത്. 50K വേറെ നല്ല ഫോൺസ് ഉണ്ട്, ഓവർ പ്രൈസ്ഡ് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ട്രാപ്പിലൊന്നും പോയിട്ട് പേടരുത്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ കറക്റ്റ് MRP തന്നെ അത് പറഞ്ഞാൽ അത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് തന്നെ 34,999. ആൻഡ് ഈ ഒരു ഫോണിനെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 29,999. അണ്ടർ 30K ഈ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കാരണം വെച്ചാൽ ഇതിൻ്റെ സ്പെക്ക് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ഇതിലില്ല. ഇത് 6.83 ഇഞ്ച് വരുന്ന 144 ഹെഡ്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 144 ഹെഡ്സ് വരുന്ന AMOLED ഡിസ്പ്ലേ ഒന്നാമത്തെ പോസിറ്റീവ് ഉള്ളത്. രണ്ടാമത് ഇതിലുള്ളത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറഞ്ഞാൽ സാധാരണ അപ്പർ മിഡ് റേഞ്ച് ഫോൺസിൽ കാണുന്ന ചിപ്സെറ്റാണ്. ആൻഡ് ഇത് ഇവിടെ നിങ്ങൾക്ക് കിട്ടി. ഡെഫിനറ്റ്ലി വെരി ഗ്രേറ്റ് തിങ്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ നിയർ ടു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഈ സ്നാപ്ഡ്രാഗൺ 8S Gen 3 വരും. ഒരിക്കലും ഫ്ലാഗ്ഷിപ്പ് പ്രൊസറല്ല. ഓക്കെ, അത് സംബന്ധിച്ചു സ്നാപ്ഡ്രാഗൺ 8 ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിളിക്കില്ല. പക്ഷേ നിയർ ടു ഫ്ലാഗ്ഷിപ്പ് ആ ഒരു കാറ്റഗറിയിൽ വരും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ്. 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ഈ ഫോണൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആയതുകൊണ്ട് തന്നെ 8S Gen 3 ആയതുകൊണ്ട് തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു നെക്സ്റ്റ് 4 ഇയേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 6500 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അതായത് 1 ഡേ നിങ്ങൾക്ക് ഈ ഫോണെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. 6500 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ നിയർ ടു 9 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം ഒക്കെ ഉണ്ടാവും. ഒരു ഹെവി യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 1 ഡേ ബാറ്ററി ഹെൽത്ത് കിട്ടും. ആൻഡ് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഈ ഫോണ് നിങ്ങൾക്ക് അണ്ടർ 30K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീൽ ഞാൻ പറയും. കാരണം OnePlus Nord 5 256GB വേരിയൻ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം നോക്കണം. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഫോണാണ് Nothing 4a. Nothing 4ൻ്റെ ഡിസൈൻ സത്യം പറഞ്ഞാൽ കിട്ടിലായിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ കാണുന്ന ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ പോയിട്ട് പല ഫോൺസിനെയും കയ്യിലെടുത്ത് നോക്കും. കാരണം ആസ് എ ചെറിയ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫോൺസും കയ്യിലെടുത്താണ്ട് റിവ്യൂ എല്ലാം ഇതില്ലപ്പോൾ. അപ്പോൾ ഞാൻ ചില ഈ ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ ഉണ്ട് Nothing Phone 4ൻ്റെ ഇൻഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് Nothing Phone 4a കയ്യിലെടുക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഐഫോൺ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേ ഇൻഹാൻഡ് ഫീലാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ Nothing Phone 4a ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണുന്ന പ്രൈസ് പറഞ്ഞാൽ 40,999. ആൻഡ് അതെന്നൊക്കെ പറഞ്ഞാൽ ഓവർ പ്രൈസ്. കാരണം വെച്ചാൽ ഈ റാമിനും SSDക്കും പ്രൈസ് കൂടിയ ടൈമിൽ അതിൻ്റെ Nothing 4a ഇറങ്ങിയ പ്രൈസ് പറഞ്ഞാൽ 35,999. അത് അണ്ടർ 35K Nothing Phone 4ൻ്റെ റിലീസ് ടൈമിലുള്ളത്. ബട്ട് ഇപ്പോൾ അതിന് 40,999. ആ പ്രൈസിനൊന്നും ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ആൻഡ് ഈ 40,999 ഫ്ലിപ്കാർട്ടിലെ ആ പ്രൈസ് ബിഗ് ബില്യൺ ഡേ സെയിലിൽ എങ്ങാനും ഒരു അണ്ടർ 35K വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ 34K വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫോൺ വർത്താണ്. പക്ഷേ ശരിയാണ്. ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെക്ക് പറയണമെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ 120 ഹെഡ്സ് വരുന്നുണ്ട്. എൻ്റെ സൈസ് തന്നെ 6.77 ഇഞ്ച് കോമ്പാക്ട് സൈസ് വരുന്ന ഫോണെന്നല്ല, അത്യാവശ്യത്തിന് സൈസൊക്കെ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ആണ്. 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അല്ലേ. അതിപ്പോൾ നിങ്ങൾ 2026 എടുത്താൽ ഒരു 2030 വരെയൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നെക്സ്റ്റ് ഒരു 4 ഇയേഴ്സ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ ഉണ്ട്. പിന്നെ 5000 mAh ബാറ്ററി, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഇത് തന്നെയാണ് ഇവർ ടിപ്പിക്കലി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ 50 മെഗാപിക്സലിലൊരു OIS ക്യാമറയും പിന്നെ 50 മെഗാപിക്സലിലൊരു ടെലഫോട്ടോ ലെൻസും പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഞാൻ ഡീസൻ്റ് ആണ് പറഞ്ഞാൽ വെറുതെ തള്ളി പറഞ്ഞല്ല, അത്യാവശ്യം കൊള്ളാം ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ. ആൻഡ് ഈ ഫോൺ ഞാൻ പറഞ്ഞല്ലോ ഒരു അണ്ടർ 35K ഡെഫിനറ്റ്ലി എടുത്തോ. ഡിസൈനൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ഒരു വെറൈറ്റി കളറൊക്കെ ഉണ്ട്, ഒരു ഗ്രീൻ ഒരു ബ്ലൂ പോലത്തെ കളറൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ എങ്ങാനും സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുകയാണെന്ന് ഈ പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ എടുത്തു. കാണാൻ എന്തൊരു ലുക്കാറോ ഫോൺ സത്യം പറയാലോ. നത്തിങ്ങിൻ്റെ ഡിസൈൻ ആ Nothing 4ൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ ആ പ്രീമിയം ഫീൽ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഫോൺ ഭയങ്കര ഫാസ്റ്റാണ്. അതൊക്കെ ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോണാണ്. ഓക്കെ, അടുത്തൊരു കാറ്റഗറി എന്ന് വെച്ചാൽ അപ്പർ മിഡ് റേഞ്ച് ഫോൺസാണ്. അതായത് അണ്ടർ 50K റേഞ്ച് വരുന്ന ഫോൺസിനാണ് അപ്പർ മിഡ് റേഞ്ച് ഫോൺസ് പറഞ്ഞത്. എൻ്റെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസിങ് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ ഫോൺ എന്ന് പറയുന്നത് S24 ആണ്, സാംസങ് S24. ഇതിനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ 2025 ബിഗ് ബില്യൺ ഡേ സെയിലിൻ്റെ ടൈമിൽ ഈ സാംസങ് ഗാലക്സി S24 128GB വേരിയൻറ്റ് പോയത് 39,999. അതായത് അണ്ടർ 40K. S24 ബിഗ് ബില്യൺ ഡേ സെയിലിൽ 2025 പോയത്. ബട്ട് ഞാൻ പറയണോ, ഇതിൻ്റെ 256GB വേരിയൻറ്റ് എങ്ങാനും ഈ 2026 ബിഗ് ബില്യൺ ഡേ സെയിലിൽ അണ്ടർ 40K വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം.
കാരണം ഇങ്ങനെ പറയുമ്പോൾ ഒരു കുറച്ച് റീസൺ ഉണ്ട് ഇതിന്. S24 ശരിയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിലുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 3. ബട്ട് ഇവിടെ അല്ല ഇന്ത്യൻ വേരിയൻറ്റിൽ കൂടുതലുള്ളത് Exynos 2400. ഈവൻ ദോ Exynos 2400 സ്നാപ്ഡ്രാഗൺ 8 Gen 3 അത്ര ബെറ്റർ ഒന്നും അല്ലെങ്കിലും Exynos 2400 വാസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ. ഓക്കെ, വാസ് എ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. അങ്ങനത്തെ ഡെഫിനറ്റ്ലി ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് Exynos 2400. ബട്ട് സ്നാപ്ഡ്രാഗൺ അത്ര ബെറ്റർ എന്ന് വെച്ചാൽ അത്ര എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് അല്ല. ബട്ട് പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് കാര്യങ്ങളൊക്കെ വെച്ചാൽ 120 Hz വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ 120 Hz AMOLED ഡിസ്പ്ലേ. 6.2 ഇഞ്ച് മാത്രമേ ഈ ഫോൺ വരുന്നുള്ളൂ. കോമ്പാക്ട് സൈസ് വരുന്ന ഫോണാണ്. ആൻഡ് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു കാര്യം. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഏറ്റവും ബെസ്റ്റ് ഫോണേ. കാരണം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നിൽക്കുമ്പോൾ കാരണം ഡിസൈൻ അത്ര അടിപൊളിയാണ്. ഇൻ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ. പിന്നെ അടുത്ത പോസിറ്റീവായിട്ടുള്ള കാര്യം S24 ഇറങ്ങിയുള്ളത് 2025 ആ ടൈമിലാണ് ഇറങ്ങിയുള്ളത്. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് Android 14. ബട്ട് ഈ ഫോണിന് 7 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് അണ്ടിൽ Android 21, അതായത് 2031 വരെ ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ബട്ട് ഞാൻ പറയണേ ഈ ഫോൺ 2030 വരെ നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇനി ഒരു 4 ഇയേഴ്സും പറയും. ബട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. ഇനിയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഒരു സൈഡ് ഞാൻ പറയാൻ പോണത്. ശരിയാണ്. പിന്നെ ഓക്കെ, പോസിറ്റീവ് കാര്യത്തിൽ ഒരു കാര്യം ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസും കിട്ടില്ല. ഇത്രയും കാര്യങ്ങളും ഓക്കെയാണ്. ക്യാമറ പെർഫോമൻസ് ആണ്. ഇതിൻ്റെ മെയിൻ ലെൻസ് 50 MP ഒരു മെയിൻ ലെൻസും 12 MP ഒരു ടെലഫോട്ടോ ലെൻസും പിന്നെ വരുന്നത് ഒരു അൾട്രാ വൈഡ് ലെൻസും. ആൻഡ് ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പിന് വെച്ചാൽ. ആൻഡ് വീഡിയോ എടുക്കാനാവട്ടെ ഫോട്ടോ എടുക്കാനാവട്ടെ ഇതിൻ്റെ ക്വാളിറ്റി പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അഭിപ്രായങ്ങളുള്ളൂ. കാരണം ഞാൻ S24 പേഴ്സണലി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. അത് ഒരു പേഴ്സണിൻ്റെ മെയിൻ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ പേഴ്സണലി പറയുന്നത് ഈ കാര്യത്തിലൊക്കെ നല്ലതാണ്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ്ങിലാണ്. 4000 mAh ബാറ്ററി ആണുള്ളത്. വരുന്നത് വെറും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ആൻഡ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന വേറെ ഒരുപാട് ഫോൺസിന് 80 വാട്ടും 50 വാട്ടും ഫാസ്റ്റ് ചാർജിങ്ങും 5000 mAh ബാറ്ററിയും കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് ഇത്രയാണ്. ആൻഡ് ഇവിടെ പറയല വെച്ചാൽ S24 സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞാൽ ഒരു 7 to 8 hours ആണ്. ആൻഡ് നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ബട്ട് ഹെവി യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വട്ടമൊക്കെ ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം മൈൻഡിൽ വെച്ചിട്ടാണ് ചെയ്യാൻ. ബാക്കി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നല്ല ഫോൺ. ഇതിന് 256 GB വേരിയൻറ്റ് അണ്ടർ 40K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. S24 കറൻലി ഇപ്പോഴും നല്ല ഫോണാണ്. നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സും പാടെ നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാറ്റഗറി തന്നെ അടുത്ത് വരുന്ന ഫോണാണ് നത്തിങ് ഫോൺ 3. നത്തിങ്ങോട് നത്തിങ് ഇല്ല. കാരണം നത്തിങ് ഫോൺ 3ൻ്റെ സ്പെക്ക് കേട്ടങ്ങൾ കിട്ടും. ആൻഡ് ഇതിൽ ആദ്യം തന്നെ പറയില്ല, നത്തിങ് ഫോൺ 3 ആദ്യം തന്നെ പറയില്ല വെച്ചാൽ 120 Hz വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഓഫ് കോഴ്സ് ഓലെ ഈ അപ്പർ മിഡ് റേഞ്ചിലുള്ള എന്തായാലും അതേ തീരുള്ളൂ. ബട്ട് ഇതിൻ്റെ സൈസ് ആണ് 6.67 ഇഞ്ചാണ്. അതായത് കോമ്പാക്ട് സൈസിലെ ഫോണൊന്നുമല്ല, അത്യാവശ്യം സൈസ് ഉണ്ട്. ബട്ട് അത്ര ഹെവി സൈസ് അല്ല. ബട്ട് ഈ നത്തിങ് ഫോൺ 3ൻ്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർക്ക് നത്തിങ് ഫോൺ 3ൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 3ൻ്റെ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ചില ആൾക്കാർക്ക് എന്താ പറയുക, അതിൻ്റെ ബാക്കിലൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, ഒരു 2D ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ക്യാമറയുടെ അലൈൻമെൻറ്റ് ഒരു ഇങ്ങനെ ഷേപ്പിലാണ് വരുന്നത്. 3 ക്യാമറ ലെൻസായിട്ട്. ബട്ട് ഇതിൻ്റെ ക്യാമറൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 MP ഒരു മെയിൻ ലെൻസ്, 50 MP ഒരു ടെലഫോട്ടോ ലെൻസ്, 50 MP ഒരു അൾട്രാ വൈഡ് ലെൻസ്. അതായത് ഇത്തരം നല്ല ക്യാമറക്ക് ഇത്ര നല്ല സ്പെക്ക് വരുന്നുണ്ട്. അതായത് നത്തിങ് ഇതുവരെ ഇറക്കിയിൽ ഓരോ ടോപ്പ് ഫോണാണ് സത്യം പറഞ്ഞാൽ ഇത് നത്തിങ് ഫോൺ 3. ഓൾക്ക് ഒരിക്കലും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ പ്രൊസസർ വരുന്ന ഒരു ചിപ്സെറ്റ് വരുന്ന ഫോൺ ഓൾക്കില്ല. 8S Gen 4 ആണ് ഓല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിലുള്ളത്. ഓക്കെ, ആൻഡ് ഇതിന് പറയണമെന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. നല്ല ഫോണാണ് ഉള്ളത്. 5150 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. കറൻലി ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില ഓവർ പ്രൈസിലായിട്ട് വെച്ചേക്കാണ് 86K ഒക്കെ. ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഒരു കോമഡി ഉണ്ട്. ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഈ ഫോണിന് 86K 86K ഈ ഫോൺ ആര് വാങ്ങാനാ? ഓക്കെ, ബട്ട് അത് പോട്ടെ, ജോക്സ് അപ്പോൾ ഇപ്പോൾ ആമസോണിൽ കറൻലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 46K. ആൻഡ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് 256 GB ആണ്. അതായത് ആ 128 GB ട്രാപ്പ് നമ്മൾ രക്ഷപ്പെട്ടുണ്ട്. താങ്ക്സ്. ഓക്കെ, ആൻഡ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 46,999 ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഈ 2026 ബിഗ് ബില്യൺ ഡേ സെയിലിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അല്ല 39,999 ആണ്. അതായത് അണ്ടർ 40K ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ. സത്യം പറയാം, എനിക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ. സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിയർ ടു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തന്നെയാണ്. ആൻഡ് ഈ വില ഫോൺ സത്യം പറഞ്ഞാൽ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിലെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ഇപ്പം നത്തിങ്ങിൻ്റെ കറൻലിയിൽ ബെസ്റ്റ് ഫോൺ ഏതാ.
ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോൺസാണ്. അതൊരു 50K പ്ലസ് റേഞ്ചൊക്കെ വരുന്നതാണ് പൊതുവെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വരുന്നത്. ആൻഡ് ഈ ഫോണിൽ ലിസ്റ്റിൽ ഒരുപാട് ഫോൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് OnePlus 13s ആണ്. OnePlus 13s ഇപ്പോൾ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ ഒരു 55K ആണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പ്രൈസ്. ആൻഡ് സെയിൽ ടൈമിൽ ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടർ 50K ആണ്. അത് 49,999. ആ പ്രൈസിന് നിങ്ങൾക്ക് OnePlus 13s കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാസ് എ ഗ്രേറ്റ്. കാരണം അതിൽ ഇരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ AnTuTu സ്കോറൊക്കെ കണ്ടോ, ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ അടിപൊളി കാരണം. ആൻഡ് ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ്. യാതൊരു കുഴപ്പങ്ങളും പ്രത്യേകിച്ച് ഇതിൻ്റെ അടുത്ത് പറയാനില്ല. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഈ S25 വരെയുള്ള ചിപ്സെറ്റാണ് ഈ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ്. അതാണ് ഇവിടെ OnePlus 13s ഈ പ്രൈസിന് 49,999 കിട്ടാൻ പോകുന്നത്. ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ മിക്കവാറും ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഇതേക്കാരം. ആ പ്രൈസിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കിടിലാണ്. 120 Hz AMOLED ഡിസ്പ്ലേ ഉള്ളത്. 6.32 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഒരു സൈസ് തന്നെ. ഈ 6.32 ഇഞ്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നിയർ ടു കോമ്പാക്ട് സൈസ് ഫോണാണ്. കോമ്പാക്ട് സൈസ് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് പറയാം വൺ ഹാൻഡിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഈ ഇത്ര കോമ്പാക്ട് സൈസ് ഫോണാകുമ്പോൾ എല്ലാവരും കരുതും ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് മോശം. നോ, 5850 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ഇതിന്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 1 ഡേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതായത് ഒരു കോമ്പാക്ട് സൈസിലുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഫോൺ അതാണ് OnePlus 13s. ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റൊക്കെ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റാണ് ഈ ഫോണിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കംഫർട്ടബിളായിട്ട് ഒരു 5 years എന്തായാലും നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് പോയിട്ട് എടുത്തോ. നല്ല ഫോണാണ്, നല്ല പെർഫോമൻസ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ 50 മെഗാ ഒരു മെയിൻ ലെൻസും 50 മെഗാ ഒരു അൾട്രാ വൈഡ് ലെൻസും ഉള്ളത്. ടെലഫോട്ടോ ലെൻസ് ഇതിലില്ല. ആൻഡ് ആ കാര്യം നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് ഇതിൽ ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഈ ഫ്ലാഗ്ഷിപ്പിലൊക്കെ പൊതുവെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരല്. ആൻഡ് അതും ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് സൈസിൽ നല്ല പവർഫുൾ ആയിട്ടൊരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി OnePlus 13s നല്ലൊരു ഫോണാണ്. നല്ല ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ടർ 50K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീലാണ്. നെക്സ്റ്റ് വരുന്നത് ഐഫോൺസാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന ഐഫോൺസിനെ പറ്റിയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരുന്നത് iPhone 15. ആൻഡ് ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ 2025 ബിഗ് ബില്യൺ ഡേയ്സിൽ ആ ടൈമിൽ iPhone 15 ഉണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ iPhone 15 256GB വേരിയൻറ്റിന് വന്ന പ്രൈസ് പറഞ്ഞാൽ 56,999. ആൻഡ് iPhone 15 ഈ 2026 ബിഗ് ബില്യൺ ഡേയ്സിൽ അണ്ടർ 50K 256GB വേരിയൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ iPhone 15 വെറുത്താണ്. iPhone 15 പറ്റി ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ iPhone 15 ഓവറോൾ നല്ല ഫോണാണ്. ആൻഡ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം വെച്ച് വരുമ്പോൾ iPhone 15 ബാറ്ററി ഹെൽത്ത് 3349 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. അതായത് നമ്മൾ അതർ ആൻഡ്രോയിഡ് ഫോൺസൊക്കെ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ, 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈമാണ് iPhone 15 ഒരു ബാറ്ററി ഹെൽത്ത് വരുന്നത്. അതായത് മിക്ക ദിവസവും 2 തവണ നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. പറയുമ്പോൾ അതിൽ A16 ബയോണിക് ചിപ്പ് ഉണ്ട്. A16 ബയോണിക് ചിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. അതായത് ഈ 2026 പോലും നല്ല രീതിക്ക് പെർഫോം ചെയ്യും. ആൻഡ് ആപ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഇനിയും ഇത് iPhone 15 ഒരു 3 to 4 years കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ പറഞ്ഞ വെച്ചാൽ ഇതിന് പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഐഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ iPhone 15 കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് പറയുമ്പോൾ കാരണം എന്ന് വെച്ചാൽ iPhone 15 ബേസ് വേരിയൻറ്റിലാണ് ആദ്യമായിട്ട് മെയിൻ ലെൻസിൽ 48 മെഗാ. ഈവൻ ദോ iPhone 14 വരെ 12 മെഗാ. ഇതിൽ 48 മെഗാ ഉണ്ട്. പിന്നെ 48 മെഗാ ഒരു മെയിൻ ലെൻസും ഒരു 12 മെഗാ അൾട്രാ വൈഡ് ലെൻസുകൾ. അതിൻ്റെ ക്യാമറ പെർഫോമൻസ് സത്യം പറഞ്ഞാലോ നൈസാണ്. എസ്പെഷ്യലി വീഡിയോ എടുക്കാനൊക്കെ iPhone 15 വളരെ നല്ലതാണ്. നമ്മളൊരു ചെറിയ കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെറുങ്ങനെ തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ iPhone 15 നല്ലൊരു ഓപ്ഷനാണ് സ്റ്റിൽ. കാരണം വീഡിയോ എടുക്കാൻ അത്രക്ക് അടിപൊളിയാണ് iPhone 15. ഓക്കെ, പിന്നെ പറയാൻ വെച്ചാൽ iPhone 15 മുതലാണ് ഓല് C ടൈപ്പ് തുടങ്ങിയിട്ടുള്ളത്. താങ്ക്സ്. ഓക്കെ, iPhone 14 വരെ പോലെ പഴയ ലൈറ്റ്നിങ് കേബിളിങ് ഇവിടെ C ടൈപ്പ് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്, ബെറ്ററാണ് C കേബിളാണ്. ആൻഡ് രണ്ടാമെന്ന് വെച്ചാൽ ആദ്യത്തെ ഡൈനാമിക്കലിൻ്റെ ബേസ് വേരിയൻറ്റ് ഐഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ ആദ്യത്തെ ഡൈനാമിക്കലിൻ്റെ കൊണ്ടുവരുന്നത് iPhone 15 ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് എന്താ വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ബാറ്ററി, രണ്ടാമത് iPhone 15 സ്റ്റിൽ ഇൻ 2026 60 Hz ഡിസ്പ്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരാളുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ഐഫോണിൽ 60 Hz ഡിസ്പ്ലേ അത്ര ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല.
ചില ആൾക്കാർ പറയും 120 ഹെഡ്സിന് ആൻഡ്രോയിഡ് ഫോൺസിനെക്കാളും ബെറ്ററാണ് ഐഫോണിൽ 60 ഹെഡ്സ്, അതൊക്കെ തള്ളി മറിക്കണം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, 120 ഹെഡ്സ് തന്നെയാണ്. 120 ഹെഡ്സിലെ ഫോൺ യൂസ് ചെയ്തിട്ട് പിന്നെ 60 ഹെഡ്സിക്ക് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങളിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത് ഒരു 120 ഹെഡ്സിലെ ഫോണാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഐഫോൺ 15 എടുക്കാറുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബാഡ് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ഒന്ന് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതൊക്കെ മനസ്സിലാക്കണം. 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ് ആൻഡ് ബാറ്ററി ഹെൽത്തും അത്ര ആവറേജാണ്. ആൻഡ് ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, ഇത് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ഐഫോൺ 15 നല്ല ഫോണാണ്. ബട്ട് ഇതിൽ ഫ്ലിപ്കാർട്ടിൽ 2025 വന്ന പ്രൈസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 56,999 256 GB വന്ന് 128 GB ചിലപ്പോൾ ഈ പ്രാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞാണ്ട് വരും. ആ ട്രാപ്പിലൊന്നും പോയി പെടരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും ഒരിക്കലും. ഇതിന് 256 GB വരുന്നുണ്ട്. അണ്ടർ 50K വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തോ, അത്യാവശ്യം കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഐഫോൺ 16 ആണ്. ഐഫോൺ 16ഉം 15ഉം തമ്മിൽ കാര്യമായിട്ട് അത്ര വലിയ വ്യത്യാസമില്ല. പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ ബോഡി എടുത്ത് നോക്കണം തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫിസിക്കൽ ബട്ടൺ വന്ന് നിൽക്കണ്. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഐഫോൺ 16. പിന്നെ ബാറ്ററി ഹെൽത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 3561 mAh. അതൊരു നിയർ ടു 8 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈമാണ് ഐഫോൺ 16. ഐഫോൺ 16 ബാറ്ററി ഹെൽത്ത് അത്യാവശ്യം കൊള്ളാം. ഓക്കെ, പിന്നെ പറയാച്ചാൽ അതിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിനാണ് കൊടുത്തുള്ളത്. സ്റ്റിൽ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ശരിയാണ്, A18 ബയോണിക് ചിപ്പാണ്. നല്ല പെർഫോമൻസ് വരും. ആ കാര്യത്തിലൊന്നും യാതൊരുള്ള ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. ക്യാമറ ഓരോരു 2 ക്യാമറ വരുന്നുള്ളത് 14 MP മെയിൻ ലെൻസും 12 MP അൾട്രാ വൈഡ് ലെൻസ് ഉള്ളത്. ആൻഡ് A18 ബയോണിക് ചിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇമേജ് പ്രോസസ്സിംഗ് കുറച്ചും പാടെ ബെറ്ററാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു 5 years വേണം യൂസ് ചെയ്യാൻ പറ്റും ഐഫോൺ 16 കാരണം അത്രയും കാലം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ആപ്പിൾ ആയതുകൊണ്ട് അറിയാലോ, എല്ലാ ഫോണിനും ആപ്പിളിൻ്റെ മിക്കതും ഒരു 6 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ആൻഡ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 year ആവുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു 5 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 256 GB വേരിയൻറ്റ് അണ്ടർ ഒരു 60K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അതിൻ്റെ മേലൊക്കെ ഒന്ന് പോയതാ. ഇപ്പോൾ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ ഐഫോൺ 16 77K ഒക്കെ ആയിട്ടാണ് കിടക്കണേ. 77K ഒന്നും ഐഫോൺ 16 എടുക്കരുത്, പൊട്ടനാവരുത്. ഓക്കെ, നിങ്ങൾക്ക് സെയിൽ ടൈമിൽ ഇതൊരു അണ്ടർ 60K അല്ലെങ്കിൽ അണ്ടർ 62K വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, മനസ്സിലാവും. ശരിയാണ്, ഐഫോൺ 16 കാണാൻ ഭയങ്കര ലുക്കാണ്, അത് സമ്മതിച്ചു. പ്രത്യേകിച്ച് അതിൻ്റെ കളർ വേരിയൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇൻ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഐഫോൺ 16 ടോപ്പ് വെച്ചാൽ. ബട്ട് പ്രൈസ് കുറച്ച് കൂടുതലാണ്. അണ്ടർ 60K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 256 GB വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ, നല്ലതാണ്. A18 ബയോണിക് ചിപ്പൊക്കെ നല്ല പെർഫോമൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഐഫോൺ 17 ആണ്. ഈ ഐഫോണിലെ ബേസ് വേരിയൻറ്റിലെ ജമ്മു എന്ന് പറഞ്ഞാൽ പറയാം ഐഫോൺ 17. കാരണം ഒരാദ്യമായിട്ട് ഐഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ ഡിസ്പ്ലേ കൊടുക്കും. ആൻഡ് ഇതിൽ വരുന്നത് വെച്ചാൽ 3600 mAh ബാറ്ററിയും 36 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ്. അത് കഴിഞ്ഞ വേരിയൻറ്റുകളെ ഐഫോണിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബേസ് വേരിയൻറ്റ് ഫോൺ. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞാൽ നിയർ ടു 8 hours ഒക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ഹെൽത്താണ്. ബട്ട് ഇപ്പോൾ ഐഫോൺ 17 പറ്റി ഞാൻ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ 3 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിന്, അത് നല്ല രീതിക്ക് വൈറലായി. എനിക്കറിയാം, ഒരു 74K വ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആ വീഡിയോയാണ് ഐഫോൺ 17 അത്ര നല്ല ഇതിന് കൊടുത്തത്. ആ ടൈമിൽ ഐഫോൺ 17 നല്ല രീതിക്ക് പെർഫോം ചെയ്തു. ബട്ട് ഐഫോൺ 17 പറ്റി ഇപ്പോൾ കേൾക്കുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ആഫ്റ്റർ 6 months കൊണ്ട് തന്നെ 100% ബാറ്ററി 95% ഒക്കെ ആയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, അതിനി ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലം ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 17 കിട്ടില്ല ഫോൺ. A19 ബയോണിക് ചിപ്പാണുള്ളത്. നല്ല എഫിഷ്യൻ്റാണ്, നല്ല പവർഫുള്ളാണ്, ഏത് റിസ്ക് ടാസ്കും ചെയ്യും. ആൻഡ് ഇവിടെ വരുന്ന ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഐഫോൺ 17 വരുന്ന സമയത്ത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇതിൽ വന്നിട്ടുള്ള 2 ക്യാമറ. ഇത്രയും കാലം ക്യാമറാസിൽ മെയിൻ ലെൻസിന് മാത്രമേ 48 MP ഉള്ളത്. ആൻഡ് ഇവിടെ വരുന്ന മെയിൻ ലെൻസിനും 48 MP ലെൻസ് ഉണ്ട്, അൾട്രാ വൈഡിനും 48 MP ലെൻസ് ഉണ്ട്. ആൻഡ് ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡീറ്റെയിൽ. അത് എസ്പെഷ്യലി വീഡിയോ എടുക്കാനാവട്ടെ ഫോട്ടോ എടുക്കാനാവട്ടെ ഐഫോൺ 17 നൈസ് ഫോണാണ്. 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റും ഉണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ഹെൽത്തും ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. ഇങ്ങനെ ഓവറോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഐഫോണാണ് ഐഫോൺ 17. അത് ഞാൻ എപ്പോഴും ഉള്ളത് പറയും, അത് ട്രൂത്ത്. അത് നമ്മൾ ആപ്പിളിൽ അംഗീകരിച്ചെടുക്കണം. ആൻഡ് ഇപ്പോൾ ഐഫോൺ 17 കറണ്ട് പ്രൈസ് പറഞ്ഞാൽ 83K ആണ്. ആൻഡ് 83K സത്യം പറഞ്ഞാൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു സംടൈംസ്. ബട്ട് ഇപ്പോഴും ആൾക്കാരത് വാങ്ങുന്നുണ്ട്. പക്ഷേ 83K ഒക്കെ വാങ്ങണ്ട. നമ്മൾ ഈ സെയിൽ ടൈമിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ ഇതിന് റൂമേഴ്സ് പല ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ സർപ്രൈസിങ് ആയിട്ടുള്ള അത്ര വലിയ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അതൊക്കെ അത്ര റിയാലിറ്റി ആയിട്ട് വരുമെന്നുള്ളത്. ബട്ട് എൻ്റെ ഒരു ഇത് വെച്ചാണ്ട് കുറേ റൂമേഴ്സ് വലിയ ടെക് ക്രിയേറ്റേഴ്സ് ഒക്കെ പറഞ്ഞതനുസരിച്ച് അണ്ടർ 72K വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഐഫോൺ 17. ഐഫോൺ 17 അണ്ടർ 72K വന്നാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട്. കാരണം വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ആ സാധനം തീർന്നു, ചുട്ടപ്പം വിറ്റ പോലെ തീരും. കാരണം ഐഫോൺ 17 ആൾക്കാർ നോക്കി നിൽക്കുന്ന ഡിവൈസൊക്കെ മെയിനായിട്ട്.
ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ എസ് സീരീസിലാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് സാംസങ് S25. സാംസങ് S25 എന്ന് പറഞ്ഞാൽ ഓവറോൾ കിട്ടിലും ഫോണാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലത് 120 ഹെർട്സിൻ്റെ 6.2 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ അല്ലേ. അത് സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ S25 വരുന്ന AMOLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കളർ കാലിബ്രേഷനൊക്കെ കിട്ടില്ല. ആൻഡ് ഇതിൽ വരുന്നതോ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ്. അത് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് 4 ഗാലക്സി എന്ന് പറഞ്ഞാൽ ഇറക്കുന്നത്. അത്ര ഒപ്റ്റിമൈസ് ആയിട്ടാണ് അത്. സാംസങ്ങിൻ്റെ കൂടെ നല്ല രീതിക്ക് സിങ്ക് ആയിട്ട് അടിപൊളിയായിട്ട് പോകും. ബട്ട് ഇവിടെ സർപ്രൈസിങ് ഒരു കണ്ടൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ഫ്രീഡം സെയിൽ എന്നൊരു സംഭവം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ. അതിൽ ഇപ്പോൾ S25 പ്രൈസ് കറൻറ്റ്ലി 57,999 256 GB വേരിയൻറ്റ്. ആൻഡ് സത്യം പറഞ്ഞാൽ 256 GB വേരിയൻറ്റ് 58K S25 സ്റ്റിൽ വെർത്താണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറുണ്ട്. ക്യാമറ പെർഫോമൻസ് ഒക്കെ നൈസാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസ്, 10 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസ്, ഒരു 8 പിക്സലിൻ്റെ അൾട്രാ വൈഡ്. ആൻഡ് ഇതെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓവറോൾ കിട്ടിലാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ആവട്ടെ, ഫോട്ടോ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ആവട്ടെ നൈസാണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ 4000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇപ്പോഴും ഓല എന്തുകൊണ്ടും അല്ല ബേസ് വേരിയൻ്റിലല്ലേ ഈ ഒരു റിതം എന്തുകൊണ്ടും ഒരു ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഓൽക്കൊരു 5000 mAh ബാറ്ററി, 4000 mAh 5000 mAh ബാറ്ററി, ഒരു മറ്റൊരു 50 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡും കൊടുത്താൽ ഈ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കിടിലാണ്. പക്ഷേ അപ്പോൾ അത് ഈ പ്രൈസിന് കിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതിന് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ആൻഡ് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു 5 to 6 years ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വരുന്നത് ഒരു നിയർ ടു 8 hours ഒക്കെയാണ് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം തന്നെ. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിന് ബാറ്ററി നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. കാരണം അത്രയ്ക്ക് കിട്ടിലും പ്രൊസസ്സർ, അത്രയ്ക്ക് കിട്ടിലും ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ്. ഞാൻ ഇത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞല്ല. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ AnTuTu സ്കോറും പെർഫോമൻസൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, എടുത്ത് നോക്ക്. ആൻഡ് ഓക്കെ, ഇത് ബിഗ് ബില്യൺ ഡേ സെയിൽ വരുന്ന ടൈമിൽ ഒരു 55K ഒക്കെയാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യണത്. കാരണം ഈ ഫ്രീഡം സെയിലിന് വരെ അത് 58K കിട്ടി. ബിഗ് ബില്യൺ ഡേ സെയിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അണ്ടർ 55K. ഈ അണ്ടർ 55K ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീലാണ്. ഇന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ iPhone 16 എടുക്കുന്നതിനേക്കാളും iPhone 15 എടുക്കുന്നതിനൊക്കെ മെച്ചം 55K കൊടുത്താണ്ട് ഈ S25 എടുക്കണേ കാരണം. ആൻഡ് ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ്. ഐഫോൺ യൂസേഴ്സിനോട് പിന്നെ ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വെറുതെ കുഴങ്ങുന്നുള്ളൂ. ഓലെന്തായാലും ഐഫോൺ തന്നെ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊൽക്കായിട്ട് അത് വെച്ചെടുത്ത്. ആൻഡ് ഞാൻ പിന്നെ വേറെ കാര്യം പറഞ്ഞല്ലോ, ഇത് എന്തുകൊണ്ട് നല്ലൊരു ബാറ്ററിയും എന്തുകൊണ്ട് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഓല മാർക്കറ്റ്. നെക്സ്റ്റ് വരുന്ന ഫോൺ ഏതാ? സാംസങ് S25 S25 പോരായ്മകൾ എന്താ? ബാറ്ററി ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, നല്ലതിനെ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നന്നായതിനെ അല്ലേ. ആൻഡ് S25 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്ട് സൈസ് വരുന്ന ഫോണാണ്. കോമ്പാക്ട് സൈസിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഫോൺ. അവിടെ S25 ഒക്കെ വരുന്ന സമയത്ത് ഇത് കോമ്പാക്ട് സൈസ് ഫോണൊന്നുമല്ല. ഇതിൻ്റെ സൈസ് തന്നെ 6.7 ഇഞ്ചിനാണ്. ഇത് അത്യാവശ്യം വലിയ ഫോണാണ്. ബട്ട് സത്യം പറയാലോ, ഇതിന് സത്യം പറഞ്ഞാൽ ഓവറോൾ ഇതിന് ഈ കുറ്റം പറയാനായിട്ട് ഈ S25 യാതൊന്നുമില്ല. ദ പെർഫെക്റ്റ് ഫോൺ എന്നൊക്കെ വേണം നമുക്ക് പറയാം S25 പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് അത് സെയിം തന്നെ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാൽ 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ആൻഡ് ചാർജ് ഇതിൻ്റെ ബാറ്ററി ഒക്കെ 4900 mAh ബാറ്ററി ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ അപ്പോൾ 4900 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ 1 day നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അത് ഡീസൻ്റാണ്. ക്യാമറ പെർഫോമൻസ് S25 S25 സെയിം ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ 78K ഒക്കെയാണ്. ആൻഡ് S26 സീരീസ് വന്നപ്പോൾ അതിൽ കുറച്ച് പ്രൈസ് കുറഞ്ഞ് ഇറങ്ങിയെന്നുള്ളതാണ്. ആൻഡ് ഇതിന് ബിഗ് ബില്യൺ ഡേ സെയിലിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആണെങ്കിൽ 68K ആണ്. 68K ഓക്കെ. ബിഗ് ബില്യൺ ഡേ സെയിൽ അണ്ടർ 68K ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ് S25 എല്ലാം തികഞ്ഞൊരു ഫോണാണ്. ആൻഡ് കുറച്ച് സൈസ് കോമ്പാക്ട് സൈസിലെ ഫോണല്ല, നല്ല ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ് ആവട്ടെ, നല്ല പ്രൊസസ്സർ ആവട്ടെ, നല്ല ക്യാമറ, നല്ലത് അങ്ങനെ എല്ലാം കൊണ്ട് തികഞ്ഞൊരു ഫോണാണ് S25. ഈ S26 സീരീസിനെ അവോയ്ഡ് ചെയ്തിരിക്കൊണ്ട് എത്തുന്നത്. കാരണം S25 സീരീസ് വാസ് ഇനഫ് മാൻ. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് നല്ല പ്രശ്നങ്ങൾ. പിന്നെ എന്തുകൊണ്ട് അഡീഷണൽ അത്രയും ക്യാഷ് കൊടുത്താണ്ട് S26 സീരീസ് പോകണം? വളരെ കുറച്ച് സ്പെക്കേ S25 S26 പ്രൈവസി ഡിസ്പ്ലേ ഇങ്ങനെ പറഞ്ഞ് വരലുണ്ടാവുന്ന വളരെ കുറച്ച് സ്പെക്ക്. അതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും S26 സീരീസ് സെലക്ട് ചെയ്യുക. ആൻഡ് അതിൽ വരുന്ന എക്സിനോസും കൂടിയാണ് S26 സീരീസിൽ. ഈ സ്നാപ്ഡ്രാഗണിൽ ഈ വേരിയൻ്റാണ് എടുത്തത് കഴിഞ്ഞ പരിപാടി. ഓക്കെ, S25 ഒക്കെ ജമ്മാണ് സത്യമാണ്. എൻ്റെയൊക്കെ ഡ്രീം ഫോണാണ് S25. ഓക്കെ, നമ്മളെ വീഡിയോ എത്തുള്ളൂ. പക്ഷേ എനിക്കറിയാം ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ ഞാൻ എന്തുകൊണ്ട് 16 Pro Max വേണമല്ല, 17 Pro Max വേണമല്ല എന്നൊക്കെ പറയും. ഓക്കെ, ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനായിട്ട് അതായത് ഈ ഒരു നിയർ 1 lakh ഒക്കെ വരുന്ന ടൈപ്പിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനായിട്ടുള്ള ബിഗ് ബില്യൺ ഡേ സെയിലിലെ പ്രൈസിൻ്റെ
ആ വീഡിയോ ഞാനിപ്പോൾ തന്നെ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ തന്നെ അതായിരിക്കും. ആൻഡ് അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് ഹൈപ്പൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, ഇത്രയും കടന്ന് ചിലച്ചതല്ലേ. ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രൈസിൻ്റെ ഇത് ഞാൻ ഏകദേശം എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ ഏറ്റവും വലിയ AI വെച്ചാണ് റിസർച്ച് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് വെച്ച് അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. എന്നെക്കൊണ്ട് കഴിയാവുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രെഡിക്റ്റബിൾ ഒരു 90% നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഫ്യൂച്ചർ ആർക്കും ഇപ്പോൾ ആ ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഡെഫിനറ്റ്ലി ഒരു ക്രിയേറ്ററിനും പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഏകദേശം ഒരു 90% ആക്യുറേറ്റ് ആയിക്കാരം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞതാണ്. എൻ്റെ ഒക്കെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. സമയം സത്യം പറഞ്ഞാൽ 4-5 മണി സുബൈ ബാങ്ക് കൊടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പോയി കടന്നുറങ്ങട്ടെ. അപ്പോൾ ശരി, എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം.